സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരാധീനത എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ കന്നി ബജറ്റ് അവതരണം. ബജറ്റിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പടുകൂറ്റൻ പദ്ധതികളൊക്കെയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജനക്ഷേമത്തിനും വികസനത്തിനുമായി വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്ന ബജറ്റെന്നാണ് ആദ്യ ബജറ്റിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. 1 രൂപയുടെ അധിക നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാതെ നിലവിലെ നികുതി സംവിധാനം കാര്യക്ഷമമാക്കിക്കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനാണ് സർക്കാരിന്റെ പദ്ധതിയെന്നും മുഖ്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞു. സംസ്ഥാനമെന്തോ വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ് എന്ന മുഖ്യമന്ത്രിയുടെ ആഖ്യാനമേ തെറ്റാണ് എന്ന് പ്രതിവാദമുയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സേവന ജനപക്ഷ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പിൻവാങ്ങി സ്വകാര്യ സംരംഭകർക്ക് സകല മേഖലയും തീരെഴുതാനുള്ള പദ്ധതിയാണ് ഈ ബജറ്റ് എന്നും പ്രതിപക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. സ്വപ്ന പദ്ധതികൾക്ക് മുതൽ പ്രാദേശിക വികസന പാക്കേജുകൾക്ക് വരെ ധനം സമാഹരിക്കാനുള്ള സതീശൻ സർക്കാരിന്റെ സൂത്രവാക്യം എന്തായിരിക്കും? അതുതന്നെയാണ് പ്രധാനമായും നമ്മൾ ആലോചിക്കുന്നത്. ബജറ്റിനെ കുറിച്ചുള്ള ഒരു ഹ്രസ്വമായ വിശകലനത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മോടൊപ്പം മുൻമന്ത്രി MP രാജേഷ്, പഴകുളം മധു MLA, BJP നേതാവ് ശ്രീ B ഗോപാലകൃഷ്ണൻ, ധനകാര്യ വിദഗ്ധനും അധ്യാപകനുമായ SR സഞ്ജീവ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം തന്നെ MP രാജേഷിലേക്കാണ്. ഇപ്പോൾ ഇതൊരു ട്രാൻസിഷൻ ബജറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് കാണാം. വളരെ പെട്ടെന്ന് സാധാരണ ആളുകൾക്ക് കൗതുകകരമായ സ്വീകാര്യമായ കുറേ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. പക്ഷേ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ട്. അതായത് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ വലിയ പദ്ധതി എന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി തന്നെയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്കൊക്കെയുള്ള വലിയ പദ്ധതികളുണ്ട്. പക്ഷേ അതിന് വേണ്ട ധനസമാഹരണത്തിനുള്ള മാർഗങ്ങൾ എവിടെ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയുമില്ല. എങ്ങനെയാണ് പൊതുവെ ബജറ്റിനെ വിലയിരുത്തുന്നത്? ഈ ബജറ്റ് ഞാനതിൻ്റെ ബജറ്റ് പ്രസംഗം ഒന്ന് ഓടിച്ചു നോക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. രാവിലെ ബജറ്റ് പ്രസംഗം കേൾക്കാനിരുന്നു. പക്ഷേ ഇരുണ്ട കാലം പെട്ടെന്ന് തിരിച്ചു വന്നതുകൊണ്ട് വൈദ്യുതി തടസ്സം മൂലം ബജറ്റ് പ്രസംഗം വളരെ കുറച്ച് തുടക്കത്തിലും അവസാനവും മാത്രമേ കാണാനുമായുള്ളൂ. ലോകകപ്പ് മത്സരവും ഇന്ന് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ ഓടിച്ചു നോക്കിയ ബജറ്റ് പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത്. നമുക്കത് ഓടിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഒരു ബജറ്റ് പ്രസംഗം എന്നതിനേക്കാൾ നയപ്രഖ്യാപനത്തിലൊക്കെ ഉള്ളതുപോലെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രസംഗത്തിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിൽവർ എക്കോണമി, വൺ കേരളം, കരുതൽ മിഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുകൾ കൊടുത്തിരിക്കുന്നു. കുറേ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബജറ്റ് പ്രസംഗത്തിൻ്റെ 2ാം ഭാഗം ഈ പ്രഖ്യാപനങ്ങളാണ്. എന്നാൽ ഇതിലൊന്നും മൂർത്തമായിട്ടുള്ള നടപടികൾ എന്താണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ, ഇതിനുള്ള അലൊക്കേഷൻ എന്താണ് എന്നെവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കാണാം. ഇപ്പോൾ ഹർഷൻ പറഞ്ഞ ഏറ്റവും വലിയ പദ്ധതിയുടെ കാര്യം തന്നെ നമ്മൾ കണ്ടല്ലോ. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 10 കോടിയാണ് അലൊക്കേഷൻ. അതേസമയം ഒരു മെഡിക്കൽ കോളേജിന് 100 കോടി എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ആണ് ഒന്നാമത്തെ ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു വിഷ് ലിസ്റ്റ് മാത്രമായിട്ടാണ് കാണുന്നത്. അതിനപ്പുറം എന്തെങ്കിലും മൂർത്തമായിട്ടുള്ള നടപടികൾ, വിശദാംശങ്ങൾ ഈ പ്രസംഗത്തിൽ കാണുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളുടെ. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട നയപരമായൊരു വ്യതിയാനം, പ്ലാനിങ്ങിന് അന്ത്യം കുറിക്കാൻ പോകുന്നൊരു ബജറ്റാണിത് എന്നുള്ളതാണ്. ആസൂത്രണത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ബജറ്റാണ്. ഏതുപോലെ 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നയുടൻ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ട നെഹ്റു ആരംഭിച്ച ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് സഹായകരമായ പഞ്ചവത്സര പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത, വിഭവ വിനിയോഗത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന, അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിട്ട് നീതി ആയോഗ് ഉണ്ടാക്കിയപ്പോൾ അന്ന് മോദി ഗവൺമെന്റും പറഞ്ഞത് നീതി ആയോഗ് ഒരു തിങ്ക് ടാങ്ക് ആയിരിക്കുമെന്നാണ്. ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇതാ കേരളത്തിൽ ആസൂത്രണ ബോർഡിനെ, കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണത്തെ, BJP ഗവൺമെന്റ് ആസൂത്രണത്തെ നേരത്തെ ഇല്ലാതാക്കി. ഇപ്പോൾ ശ്രീ വി ഡി സതീശൻ ഗവൺമെന്റ് കേരളത്തിലും ആസൂത്രണം ഇല്ലാതാക്കിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നത്, ആസൂത്രണ ബോർഡിനെ ഗവൺമെന്റിനെയും സിവിൽ സൊസൈറ്റിയെ സംഘടനകളെയും ബന്ധിപ്പിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആക്കി മാറ്റും. അതിൽ തന്നെ ആസൂത്രണ ഇല്ലാതായി എന്ന പ്രഖ്യാപനമാണ്. കാരണം ആസൂത്രണ ബോർഡിന്റെ റോള് അങ്ങേയറ്റം ചുരുക്കുകയാണ്. ഗവൺമെന്റിനെയും സിവിൽ സൊസൈറ്റി സംഘടനകളെയും ബന്ധിപ്പിക്കുന്ന ഒരു തിങ്ക് ടാങ്ക്.
ആശയ രൂപീകരണത്തിനൊക്കെയുള്ള ഒരു തിങ്ക് ടാങ്ക് മാത്രമാക്കി മാറ്റുന്നു എന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നത് എന്താ? അതിൻ്റെ തുടർച്ചയായിട്ട് കാണുന്നത് പദ്ധതി അടങ്കൽ, പ്ലാൻ സൈസ് വെട്ടിച്ചുരുക്കി 5000 കോടിയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. അതിനൊരു ന്യായം അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ ബജറ്റിൽ, അവസാനത്തെ ബജറ്റിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഉൾപ്പെടെ പ്രതീക്ഷിച്ചാണ് 20,000 കോടി പ്രതീക്ഷിച്ചത്. ആ 20,000 കോടി കിട്ടില്ല. ഇത് 20,000 കോടി വാങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണല്ലോ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ്, ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര മന്ത്രി ഡൽഹിയിൽ വന്ന് ധനകാര്യമന്ത്രിയെ കണ്ട് ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് അനുവദിക്കണമെന്നും അല്ലെങ്കിൽ ശമ്പളം ഉൾപ്പെടെ മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തിൽ 4.5 ലക്ഷം കോടിയാണ് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തത്. കേരളത്തിന് ന്യായമായിട്ടും ഈ പണപ്പെരുപ്പത്തിന്റെ നിരക്ക് കൂടി കൂട്ടിയാൽ 16ാം ധനകാര്യ കമ്മീഷന്റെ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ, ഒരു വിഹിതമായിട്ട് 6 ലക്ഷം കോടി ആകെ കിട്ടും. അപ്പോൾ കേരളത്തിന് ഒരു 40,000 കോടി 41,000 കോടി കിട്ടുമെന്നാണ് കണക്കാക്കിയത്. അത് നമുക്ക് അർഹമായിട്ടുള്ള തുകയാണ്. ആ തുക വാങ്ങുന്നതിന് പകരം മാത്രമല്ല, ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഗവൺമെന്റ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ധനകാര്യ കമ്മീഷന്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ, കേന്ദ്ര സർക്കാരിന്റെ ഈ വിവേചനത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ അത് എഴുതി തള്ളിയ മട്ടിലാണ് 20,000 കോടിയുടെ കുറവ് വരും. എന്താണ് എളുപ്പമാർഗമായിട്ട് പറയുന്നത്? 5,000 കോടി പദ്ധതി അടങ്കൽ വെട്ടിച്ചുരുക്കി. ആകെ ബജറ്റിന്റെ ചെലവുകൾ 1,500 കോടി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. എന്താണ് മുഖ്യമന്ത്രി അധികാരമേറ്റപ്പോൾ പറഞ്ഞത്? ചെലവ് ചുരുക്കലായിരിക്കില്ല, നയം വരുമാനം വർദ്ധിപ്പിക്കലായിരിക്കും. എന്താ വരുമാനം വർദ്ധിപ്പിക്കാൻ ഇതിൽ സ്വീകരിച്ചിട്ടുള്ള നടപടി? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. റിസോഴ്സ് മൊബിലൈസേഷനുള്ള ഒരു നടപടിയും. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. റിസോഴ്സ് മൊബിലൈസേഷന് വേണ്ടിയിട്ടുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിരവധി ആശയങ്ങൾ പറഞ്ഞിരുന്നു. ആ ആശയങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താ വരൾച്ച നേരിടാൻ കാരണം? ഒരു നടപടിയും റിസോഴ്സ് മൊബിലൈസേഷന് സ്വീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ 50% വരെ ബസ്സിന് നികുതി ഇളവ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, വേറൊരു കാര്യം അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്, 1 രൂപയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത് അവാസ്തവമാണ്. യഥാർത്ഥത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവിലൂടെ 1,180 കോടി രൂപയുടെ നികുതി ഭാരം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വാറ്റ്, അധിക നികുതി ഒഴിവാക്കണം എന്നാണ്, കേരളം ഒഴിവാക്കണമെന്നാണ്. അത് ഒഴിവാക്കാൻ ഉള്ള അവസരം അദ്ദേഹത്തിന് ഇപ്പോൾ കൈവന്നിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയായിട്ട്. ആ 1,180 കോടി അധിക നികുതി കിട്ടുമെന്ന ഉറപ്പിലാണ് അദ്ദേഹം പറയുന്നത് 1 രൂപയുടെ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടില്ല. ബജറ്റിലൂടെ അടിച്ചേൽപ്പിച്ചില്ല എന്നേ ഉള്ളൂ. ബജറ്റിന് പുറത്ത് ഈ 1,180 കോടി കിട്ടി. അതിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നോർക്കണം. മൂന്നാമത്തെ കാര്യം, കേരളത്തിൻ്റെ തീരപ്രദേശം, കേരളത്തിൻ്റെ സമുദ്രം, കേരളത്തിൻ്റെ ആകാശം, ധാതു നിക്ഷേപം, ഭൂമി, ഇത് മുഴുവൻ വൻകിട കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാനുള്ള ദിശാസൂചികയാണ് നമുക്ക് ഈ ബജറ്റ് പ്രസംഗത്തിൽ കാണുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പിന്നീട് വരാം. റൈറ്റ്. സ്വകാര്യവൽക്കരണം അടക്കം ആ കാര്യത്തിൽ ആ സ്വകാര്യവൽക്കരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് തന്നെയാണ് എന്നും സ്വകാര്യ കമ്പനികളെ ഇവിടേക്ക് ആനയിച്ച് കൊണ്ടുവരിക എന്നത് പദ്ധതിയുടെ ഭാഗമാണ്, അത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ആലോചനയുടെ ഭാഗമെന്നും തുറന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ ഈ ബജറ്റ് അവതരിപ്പിച്ചത്. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ എനിക്കൊന്ന് കുറച്ചുകൂടി ഊന്നലോടെ ആ കാര്യം പറഞ്ഞിട്ടുമുണ്ട്.